അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് വിളയാണല്ലോ കണി കണ്ടത്. അവളുടെ നോട്ടവും വരവൊന്നും അത്ര പന്തിയല്ലോ അമ്മേ. വാ നീ വാ. എന്താ നിന്റെ നോട്ടത്തിന് ഇത്രയും കടുപ്പം? എന്താണെന്ന് നിങ്ങളുടെ മോളോട് ചോദിച്ചു നോക്ക്. എന്താ മോളെ, എന്തു പറ്റി മോളെ? പ്രതാപ കണ്ടോടാ, മോളുടെ കവളത്തൊരു പാട്. മോളെ അവള് തല്ലിയോ? അടുക്കള പണി ചെയ്തില്ലെന്നും പറഞ്ഞ് നിന്നെ അവിടെ ഒരുത്തി തല്ലിയോന്ന്? അവിടെ ഒരുത്തിയല്ല, ഇവിടെ ഒരുത്തി എന്നെ തല്ലിയത്. എന്റെ അമ്മ. നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ തല്ലിയത്? എന്തിനാണെന്ന് തൊട്ടുപോകരുത് തന്നെ. തല്ലിയതിന്റെ കാരണം എന്താണെന്ന് അവൾക്കറിയാം. ഞാനിപ്പോ ഹോസ്പിറ്റലിലോട്ടാ പോകുന്നത്. എന്റെ മോള് അവിടെ കിടക്ക. അവൾക്കും അവളുടെ കുഞ്ഞിനും എന്ത് സംഭവിച്ചോന്ന് അറിയില്ല. അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായ അത് നിങ്ങളുടെയും നിങ്ങളുടെ മോളുടെയും നാശത്തിനാ. എന്താ 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 മോളെ, എന്താ സംഭവിച്ചേ? മോളെ എന്തിനാ മോളെ ആ പോയവള് നിന്നെ തല്ലിയത്? സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് ഞാൻ ലക്ഷ്മിയെ തള്ളി താഴെയിട്ടു. നല്ല വീഴ്ചയായിരുന്നു. അതുകൊണ്ട് അവള് ജീവിച്ചാലും ചിലപ്പോ അവളുടെ കുഞ്ഞ് ജീവിക്കണമെന്നില്ല. ഈ സമയത്ത് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പോയവരുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഇന്നലെ ഇവിടോട്ട് വന്ന ശേഷം രണ്ടും കൽപ്പിച്ചാ ഞാൻ പോയത്. പ്രതാപ, ഞാൻ പറഞ്ഞില്ലടാ പ്രതാപ, മോള് എന്തോ തീരുമാനിച്ചുറപ്പിച്ച അവിടുന്ന് പോയെന്ന്. രാവിലെ അവള് ഓരോന്ന് ആജ്ഞാപിച്ചോണ്ട് എന്റെ മുന്നിലേക്ക് വന്നു. പിന്നെ എന്തും വരട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി. മോളെ ഇനിയിപ്പം അച്ഛന് പിന്നാലെ മോളും ജയിലിലേക്ക് പോവോ? എന്തായാലും കമലേശ്വര എന്ന വലിയ വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്നതിനേക്കാളും കഠിനമായ ജോലിയല്ല ജയിലിലുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നോളാം. അയ്യോ, വയസ്സുകാലത്ത് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛനും മോളും കൂടെ ഇവിടുന്ന് പോവാന്നോ? ഞാൻ പോയാലും കുഴപ്പമില്ലമ്മേ. പക്ഷേ നമ്മുടെ കുഞ്ഞ് ജയിലിൽ കിടക്കാന്ന് വെച്ചാ അത് നമ്മൾ മരിക്കുന്നത് പോലെയല്ലേ അമ്മേ? എന്റെ പൊന്നു മോളെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് നിനക്ക് ഞങ്ങളോട് കൂടെ ചോദിച്ചുകൂടായിരുന്നോ? ചോദിച്ചാലും ചെയ്യേണ്ടതല്ലേ പറയുള്ളൂ. എന്നെ കൊണ്ടവള് അടുക്കളപ്പണി ചെയ്യിപ്പിക്കുവാണെന്ന് പറഞ്ഞപ്പോ തൽക്കാലം അവള് പറയുന്നൊക്കെ കേൾക്കാനാ അച്ഛനും മുത്തശ്ശി എന്നോട് പറഞ്ഞത്. ഒടിമപ്പണി ചെയ്ത് മടുത്തു. അതിന്റെ അവസാനമാ അവളുടെ അഹങ്കാരത്തിന് ഞാൻ പകരം വീട്ടിയത്. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഇങ്ങോട്ട് പോലീസാണോ അതോ ആ മാർക്കോ ആണോ വരുന്നെന്ന് പറയാൻ പറ്റില്ല. മാർക്കോ വരുന്നതിനേക്കാളും നല്ലതേ പോലീസ് വരുന്നതാടാ. അപ്പൊ ഞാൻ തിളപ്പിക്കട്ടെ എന്ത്? ചൂടുവെള്ളം. മാർക്ക വന്നു കഴിഞ്ഞാലേ എന്തായാലും നിന്റെ ദേഹത്ത് ആവി പിടിക്കേണ്ടി വരും. ഇത്തവണ മിക്കവാറും മോളുടെ ദേഹത്തും ആവി വെക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. മോളെ ഇപ്പൊ നമ്മളെക്കാളും കരുത്തരാ കണ്ണനും ലക്ഷ്മിയൊക്കെ. അവർക്ക് ചുറ്റിനും എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ആളുകളുണ്ട്. അവളിനി ജീവിക്കുവാണെങ്കിൽ കുഞ്ഞില്ലാതെ ജീവിക്കണം. വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ അവളെ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അവൾ ഇനിയുള്ള കാലം അങ്ങനെ ജീവിച്ചാ മതി. വീൽ ചെയർ തള്ളി വരുന്ന ലക്ഷ്മിയെ കാണുന്നതാ
എന്റെ സന്തോഷം. അല്ലാതെ അയാൾക്കൊപ്പം ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വരുന്ന ലക്ഷ്മിയെ കാണാനല്ല. അതുകൊണ്ട് ചെയ്ത തെറ്റായി പോയിന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അവള് സ്വയം പിടിച്ചു വാങ്ങിയതാ. അതിൽ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഇപ്പോഴും അവൾക്കറിയില്ല കണ്ണൻ നടക്കുന്ന കാര്യം. ഇനിയിപ്പോ കണ്ണൻ തന്നെ അത് അറിയിച്ചു കൊടുത്തോളൂ. അമ്മേ, യാത്ര ചെയ്ത് വന്നല്ലേ, ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് നിൽക്കട്ടെ. ഏത് നിമിഷവും പോലീസുകാരിങ്ങ് എത്തും. എന്നെ മാത്രമായിട്ട് കൊണ്ടുപോവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അമ്മേ. കൂടെ നമ്മുടെ മോളെയും പിടിച്ചോണ്ട് പോയാ അത് ഈ ജന്മം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാ. ഓരോരുത്തരെ കൊല്ലുമ്പോ ആലോചിക്കണായിരുന്നു. അമ്മയോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞല്ലേ അമ്മേ? എനിക്കവിടെ ഇരുന്നപ്പോ ഒരു മനസമാധാനം ഇല്ല മോനെ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും? ഒന്നും പറയാറായിട്ടില്ല അമ്മേ. തോമസ് സാർ ഇവിടെ ഉണ്ട്. 2 ഡോക്ടർമാര് ആശ്വാസവാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. 2 തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. കരുണയുടെ അച്ഛനും മുത്തശ്ശിയും എന്റെ മോളുടെ നാശത്തിന് പ്രാർത്ഥിച്ചിട്ട് വന്നതായിരിക്കും 2 കൂടി. അവരുടെ പ്രാർത്ഥനയല്ല, അവരുടെ പുന്നാരമോളുടെ പ്രവർത്തികളാ എന്റെ മഹി ഇവിടെ കൊണ്ടെത്തിച്ചത്. എത്ര കാലമായിട്ട് തുടങ്ങിയ ചതിയാണമ്മേ ഇതൊക്കെ? എന്റെ അച്ഛന്റെ ജീവനെടുത്തത് പ്രതാപനല്ലേ? അന്നു തൊട്ട് അയാളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരും എന്റെ ജീവിതം കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. മഹിക്ക് അവര് കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. മോന്റെ അച്ഛന്റെയും അപകടവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് മോനെ. എന്റെ തോന്നലാണോന്ന് എനിക്കറിയില്ല. ഞാൻ അതേപ്പറ്റി ആരോടും പറഞ്ഞിട്ടില്ല, ലക്ഷ്മി മോളോട് പോലും. പക്ഷെ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി അത് മനസ്സിൽ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. എന്താമേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം തോന്നിയ സമയത്ത് തന്നെ എന്നോടോ മഹിയോടോ പറയണ്ടേ? വേറൊന്നുമല്ല മോനെ, കരുണയുടെ അച്ഛന്റെ സമനില തെറ്റിയ സമയത്ത് അയാൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ വാമേട്ടൻ വീട്ടിൽ വരുമ്പോഴാ. അതുപോലെ തന്നെ മോനെ അറിയാലോ, പ്രതാപേട്ടനെ കൈയും കാലും കെട്ടി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയതും ഈ വാമേട്ടനാ. അയാളെ പറ്റി പ്രതാപേട്ടന് എന്തെങ്കിലും പറയോ എന്നൊരു സംശയം അയാൾക്കുള്ളതുപോലെ തോന്നി. ആ സമയത്തൊക്കെ അയാളുടെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോ ഈ പ്രതാപനും അമ്മാവനും തമ്മില് നേരത്തെ പരിചയക്കാരല്ലേ? അതെ, അങ്ങനെയാണല്ലോ നിങ്ങളുടെയൊക്കെ വിവാഹാലോചനകൾ വന്നത്. പക്ഷേ അവര് തമ്മിലുള്ള പരിചയത്തിന് എത്രത്തോളം പഴക്കമുണ്ടെന്ന് എനിക്ക് അറിയില്ല മോനെ. അമ്മ എപ്പോഴെങ്കിലും പ്രതാപനോട് ചോദിച്ചിട്ടുണ്ടോ അമ്മാവനെ കാണുമ്പോൾ എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നേന്ന്? 1-2 തവണ ഞാനത് അയാളുടെ അമ്മയോട് ചോദിച്ചായിരുന്നു. ആ സമയത്ത് അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം അത് കേട്ടുകൊണ്ട് വന്ന കരുണയുടെ അച്ഛൻ ആ വാമൻ കൊലയാളിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ പിന്നീടൊന്നും പറയാതിരിക്കാൻ വേണ്ടി അയാളുടെ അമ്മ അയാളുടെ വാ പൊത്തിപ്പിടിക്കുകയായിരുന്നു. മോനെന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. മഞ്ജു കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവൾ എന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ചോരത്തിളപ്പോടെ പോയിരിക്കുന്നേ.
ഇനി അവിടെ ചെന്നിട്ട് അവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്തായാലും അമ്മയോടെ കാണുമല്ലോ. കാണും മോനെ. ഞാൻ ഒരിടം വരെ പോയിട്ട് ഉടനെ വരാം. എടാ, എന്താ വല്ല വിവരം അറിഞ്ഞോ? അറിഞ്ഞില്ല. ആ വീഴ്ചയിൽ ഇനി കുഞ്ഞിനെ കിട്ടുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഓ ആണെങ്കി പോട്ടമ്മേ. എന്നാലും എല്ലാം ഒതുക്കി വെച്ചിട്ടേ അവസാനം അവളത് ചെയ്തു കളഞ്ഞല്ലോടാ. എങ്ങനെ ചെയ്യാതിരിക്കും? അതുപോലെയല്ലേ അവളെ എവിടെയിട്ട് ബുദ്ധിമുട്ടിച്ചത്. ഇതിപ്പോ അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള പ്രശ്നം. കുറച്ചു കഴിയുമ്പോ അവളോട് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അങ്ങ് ക്ഷമിച്ചോളൂ. അങ്ങനെ ക്ഷമിക്കുവോ? എന്നാ വിശ്വാസം. എന്തായാലും കരുണയെ കോടതി കയറ്റാൻ അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അവര് ചിലപ്പോ കാല് പിടിച്ച് പറയുമായിരിക്കും മഹാലക്ഷ്മിയോടും കണ്ണനോടും അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. എടാ, കുഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ണൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്നിട്ടേ നമ്മളെ ചിലപ്പോ ഇവിടുന്ന് ഇറക്കി വിടുമായിരിക്കും. ഞാൻ പൊയ്ക്കോളാം, പക്ഷേ അമ്മ ഇവിടെ ഇറങ്ങരുത്. അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് വീടായത്. ഇവിടുന്ന് അമ്മയോട് ഇറങ്ങിപ്പോവാൻ പറയാൻ അവർക്ക് ഒരു അധികാരവും ഇല്ല. എടാ, അധികാരമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവൂടാ? ഇത് അവരുടെ വീടല്ലേ. ആയിക്കോട്ടെ എന്ന് വെച്ച് അമ്മമാരെ നടതള്ളാൻ ഇന്ന് നിയമമൊന്നുമില്ല. അയാൾ ഇനി എത്ര വക്കീലായാലും അവൻ നടക്കുന്ന കാര്യമല്ല. എന്താടി? ഏട്ടത്തി അവരുടെ കുഞ്ഞും മരിച്ചു എന്ന് കേൾക്കാൻ വേണ്ടിട്ടല്ലേ രണ്ടാളും കാത്തിരിക്കുന്നേ. അമ്മയും കുഞ്ഞും മരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലടി. അവള് പോയല്ലോ അല്ലേ ആ രാക്ഷസി. ഇനി മേലിൽ അവളെ ഈ വീട്ടിനകത്ത് കയറ്റരുത്. അത് പറയാൻ നിനക്കെന്താ അവകാശമുള്ളത്? അവകാശമുള്ളവര് പറയും. അവൾ ഇനി ഈ വീടിനകത്ത് വേണ്ടാന്ന്. എല്ലാം വരുത്തി വെച്ചതാ മഹാലക്ഷ്മി അടി. പെട്ടെന്ന് അവളുടെ ഒരു ഭരണം. നമുക്ക് മാനം മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചൂടായിരുന്നു ഇവിടെ. അവളെന്തിനാ എടുത്താ പൊങ്ങാത്ത ജോലിയൊക്കെ കരണമോളെ കൊണ്ട് ചെയ്യിച്ചത്? അവളെ പിന്നെ ഇവിടെ രാജകുമാരിയെ പോലെ വാഴിക്കണോ? ഏട്ടന്റെ ഏട്ടത്തിയുടെയും ചെലവില അവൾ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. എടി, അതിന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനല്ലേ അടുക്കള കയറിക്കൊണ്ടിരുന്നത്. അത് പോരാ, കരണമോള് തന്നെ വീട്ടു ജോലി മുഴുവൻ ചെയ്ത് തീർക്കണമെന്ന് അവക്കെന്താ ഇത്ര വാശി? വാശി പിടിച്ച ഈ രീതിയിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യോ? അത്രയ്ക്ക് മനസ്സ് മടുത്ത് നടക്കായിരുന്നു കരുണ. അവളെ കൊണ്ട് കളയാൻ നോക്കേട്ടാ. കളയേണ്ടത് അവളെയല്ല, മഹാലക്ഷ്മിയെയും പിന്നെ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന സാഗറിനെയാ. അതെ, അർഹതയില്ലാതെ നിന്റെയും കണ്ണന്റെയും ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഇത്തിൽക്കണ്ണികളാ രണ്ടെണ്ണോ. അതെ, ഇത്തിൽക്കണ്ണികളായിട്ടെ കുറെ ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവരെ എല്ലാം എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ഈ തറവാടിനകത്ത് വെളിച്ചം വരൂ. ഇപ്പൊ അവളെ എന്റെ കൺമുന്നിൽ കണ്ടിരുന്നെങ്കിലേ ഒത്തി അരിഞ്ഞ് ഞാൻ തള്ളിയേനെ. നന്ദി കെട്ടവള്. അവളിങ്ങോട്ട് വരുവാണെങ്കിലേ ഇപ്പൊ ചെയ്തതുപോലെയല്ല, അതിന്റെ ഇരട്ടി ജോലി ചെയ്യേണ്ടി വരും. അവളെ പിഴിഞ്ഞെടുക്കും ഞാൻ. മഞ്ജു, അവക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടേ ഒന്നും സംഭവിച്ചിട്ടില്ല. എടാ മോനെ,
വീഴ്ചയുടെ ആഘാതത്തിലെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനാ സാധ്യത. അവള് പോയില്ലെങ്കിലും ആ കുഞ്ഞെങ്കിലും പോയിട്ടുണ്ടാവും. ലേഖേ, അവിടെയാ, വാ. അമ്മേ, അകത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല മോളെ. വല്ലാത്തൊരു ചതിയായി പോയില്ല അമ്മേ. മാഹി ഞങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനിരിക്കുമ്പോഴാ ഇത് സംഭവിച്ചേ. എന്റെ വയറ്റിൽ തന്നെയാ 2 മക്കളും ജനിച്ചത്. പക്ഷെ രണ്ടും 2 സ്വഭാവമായി പോയി മോളെ. അതിൽ അത്ഭുതമൊന്നുമില്ല. ജനിപ്പിച്ചതുകൊണ്ട് കാര്യമില്ലമ്മേ. വളർത്തുന്നവരുടെ സ്വഭാവ കുട്ടികൾക്ക് കിട്ടുക. കണ്ണേട്ടൻ എവിടെയാ അമ്മേ? എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം ഞാൻ കണ്ണനോട് പറഞ്ഞു മോളെ. കരുണയുടെ അച്ഛനാണ് കണ്ണന്റെ അച്ഛൻ ഓടിച്ചിരുന്ന ബൈക്കിൽ ലോറി ഇടിച്ചതെങ്കിലും അതിന്റെ പിന്നിൽ കണ്ണന്റെ അമ്മാവൻ എന്തെങ്കിലും ഒരു പങ്കുണ്ടോന്ന് എനിക്കൊരു സംശയം. അത് ഞാൻ കണ്ണനോട് പറഞ്ഞു. അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താ? അയാൾ അത്രത്തോളം പ്രതാപേട്ടനെ ഭയക്കുന്നുണ്ടായിരുന്നു. പ്രതാപേട്ടന് അയാളെ കുറിച്ച് എന്തെങ്കിലും പറയുമെന്നുള്ളൊരു പേടി അയാൾക്കുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നി. പിന്നെ പ്രതാപേട്ടനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയതും അയാളായിരുന്നല്ലോ. ഒന്നും പറയാൻ പറ്റില്ല അനന്തോട്ടാ. അയാളൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലാ. ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പോ തന്നെ കണ്ണൻ ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയെന്നറിയില്ല. അന്നത്തെ ആക്സിഡന്റിനെ കുറിച്ച് അറിഞ്ഞിട്ടും കണ്ണൻ പ്രതാപനും മാപ്പ് കൊടുത്തതാ. എന്നിട്ടും തലയ്ക്ക് വെളിവില്ലാത്ത അയാളുടെ മോള് മഹിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ചെയ്തു കൂട്ടിയത്. അതിനുള്ള ശിക്ഷ എന്തായാലും അവൾക്കും പ്രതാപനും കണ്ണും കൊടുത്തിരിക്കും. എല്ലാ ദിവസവും ഒരു 4-5 തവണയെങ്കിലും ഞാൻ മഹിയെ വിളിക്കും. അപ്പോഴൊക്കെ കരുണ അടുക്കള കയറുന്നതുകൊണ്ട് ഭക്ഷണമൊക്കെ സൂക്ഷിക്കണമെന്ന് ഞാൻ അവളോട് പറയുമായിരുന്നു. അവള് മഹിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ട് അകത്തെന്തെങ്കിലും കൊടുക്കുമെന്നായിരുന്നു എന്റെ പേടി. പക്ഷെ അവള് കുഞ്ഞിനെ മാത്രമല്ല, അവസാനം അമ്മയും കൊല്ലാനാ ശ്രമിച്ചത്. അമ്മയുടെ മോളാണെങ്കിലും പറയാ, പൊറുക്കില്ല അമ്മേ. ഒരു ദൈവങ്ങളും ഇത് പൊറുക്കില്ല. അത്രത്തോളം ദൈവത്തിന്റെ സംരക്ഷണമുള്ള കൂട്ടത്തിലാ മഹി. അത് ഏതൊക്കെ രീതിയിൽ കരുണയെ കണ്ണീര് കുടിപ്പിക്കുമെന്ന് ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. അതെ, നിങ്ങൾ പറഞ്ഞ ഈ പ്രതാപനെ ചികിത്സിച്ചത് ഈ ഞാൻ തന്നെയാ. ഇവിടെ കിടത്തിയാണ് ചികിത്സിച്ചത്. അയാളെ ഇവിടെ കൊണ്ടുവരുമ്പോ വയലന്റ് ആയിരുന്നു. അയാളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഒരു വാമദേവനായിരുന്നു. അയാളെ കൊല്ലൂന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ഡോക്ടർ ചോദിച്ചില്ലേ? ചോദിച്ചു. അതിന് അയാൾ മറുപടിയും പറഞ്ഞു. പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾ അങ്ങനെ പറയുന്നതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരണം. നേരിയ മയക്കത്തീന്ന്. അതിന് ഡോക്ടർ ശ്രമിച്ചില്ലേ? അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ, പിന്നെ ശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? അയാളെ മയക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നു പോകുന്നവരെ നമ്മുടെ ശബ്ദത്തിലൂടെ ഉറക്കാൻ വലിയ പാടാ. അയാൾക്ക് സമനില തെറ്റിയ ശേഷമാണ് അയാൾ ഓരോരോ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയത്. എന്ന് മാത്രമല്ല, ആ അവസ്ഥയിൽ അയാൾ പറഞ്ഞതൊക്കെ തെറ്റായ കാര്യങ്ങളല്ല ഡോക്ടർ. സ്വബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ പോലും അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്. അയാൾ പാതി മയക്കത്തിൽ വീണ സമയത്ത്
എന്നോട് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറഞ്ഞു. പിന്നെ അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ പുറത്ത് പറഞ്ഞില്ലെന്ന് മാത്രം. എന്താ ഡോക്ടർ അയാൾ പറഞ്ഞത്? അപ്പോ ലോറി ഡ്രൈവറായി കഷ്ടപ്പെടുന്ന സമയത്താണ് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള മോഹിനി എന്ന സ്ത്രീ നിങ്ങളുടെ ഭാര്യയായിട്ട് വരുന്നത് അല്ലേ? അവർക്കത് രണ്ടാം ഘട്ടമായിരുന്നു അല്ലേ? അതെ ഡോക്ടറെ, അവൾക്കൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയോട് എനിക്ക് വെറുപ്പായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുട്ടികൾ ജനിച്ചില്ലേ? ജനിച്ചു. എൻ്റെ പൊന്നുമോള് കരുണ. എനിക്കും എൻ്റെ അമ്മയ്ക്കും കരുണമോളെന്ന് വെച്ച ജീവനാ. നിങ്ങൾ മോഹിനി എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഉണ്ടായിരുന്നു ഡോക്ടറെ, മഹാലക്ഷ്മി. അവളെ ഞാനൊരു മകളായിട്ടൊന്നും കണ്ടിരുന്നില്ല, എൻ്റെ വീട്ടിലെ ജോലിക്കാരി. അങ്ങനെ ഞാനും എൻ്റെ അമ്മയൊക്കെ കണ്ടത്. അതവിടെ നിൽക്കട്ടെ, ഇവിടെ തന്നെ ഒരാൾ കൂട്ടിക്കൊണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു വാമദേവൻ. അയാൾ കൊലയാളിയാണെന്നൊക്കെ താൻ പറയുന്നുണ്ടായിരുന്നല്ലോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ട് ഡോക്ടറെ.